ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. സോ ഒരു വീക്ക് കഴിഞ്ഞു, പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം ആൻഡ് ഇന്ന് എന്തൊക്കെ സ്റ്റോക്സ് ബേസ്ഡ് ന്യൂസസ് നിലവിലുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റിലെ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് വേൾഡ് മാർക്കറ്റ്സ് പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ US മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500 ആൻഡ് നാസ്ഡാക്ക് ടോട്ടലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാൻ. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ മോസ്റ്റ്ലി എല്ലാ മാർക്കറ്റുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞായറാഴ്ചത്തെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് പല മാർക്കറ്റുകളിലും അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. ഡോ ജോൺസ് ഫ്യൂച്ചർ നിങ്ങൾ ചെക്ക് ചെയ്യൂ, 103 പോയിന്റ്സ് അപ്സൈഡ് ആണ് ഇന്നത്തെ നിലവിലെ അവസ്ഥയിൽ. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റായ ഗിഫ്റ്റ് നിഫ്റ്റി, SGX നിഫ്റ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് മോസ്റ്റ്ലി 220 പോയിന്റ്സിൻ്റെ അപ്സൈഡ് അത് നമ്മളിപ്പം നിലവിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾ നോക്കിയേ, നിക്കി 225 2444 പോയിന്റ്സ് അപ്സൈഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ജാപ്പനീസ് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് അത്തി കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം ബാക്കി ടോട്ടലി എല്ലാ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ബുള്ളിഷ്നെസ് മാർക്കറ്റ് നിലവിൽ ഉണ്ട്. ഇപ്പോൾ ഒരു ഗുഡ് ഓപ്പണിംഗ് ഡേ, ഒരു ഗുഡ് ഓപ്പണിംഗ് മൺഡേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ. സോ ഇപ്പം ആ ഒരു കാര്യത്തിൽ വലിയ പാനിക്കൊന്നുമില്ല. ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം ഓക്കെ ആണ് നിലവിലെ അവസ്ഥയിൽ. ഇപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. നിഫ്റ്റി നോക്കുമ്പോൾ അറിയാം, ഓൾ ടൈം ഹൈയിൽ നിന്ന് ഡൗൺ സൈഡ് വന്നു, ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ഇന്ത്യ US ട്രേഡ് ഡീലോടുകൂടി അപ് സൈഡ് പോയി. ആൻഡ് മാർക്കറ്റിൻ്റെ ട്രിഗേഴ്സ് എല്ലാം ഓക്കെയാണ്. യൂറോപ്യൻ മാർക്കറ്റ്സുമായിട്ടുള്ള യൂറോപ്യൻ കൺട്രീസുമായിട്ടുള്ള ട്രേഡ് ഡീൽ കഴിഞ്ഞിരിക്കുന്നു, US ട്രേഡ് ഡീൽ കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം നമ്മുടെ മാർക്കറ്റിന് ട്രിഗേഴ്സ്, അതായത് ഇനി ഒരു മൊമെൻറ്റത്തിനുള്ള ട്രിഗേഴ്സ് ഓക്കെയാണ്. അപ്പം പ്രത്യേകിച്ച് വലിയ റീസൺസ് ഒന്നും ഇല്ല ഇനിയൊരു ഡൗൺ സൈഡ് വരാനായിട്ട്. ഓക്കെ, ട്രേഡ് ഡീൽ ഏകദേശം ധാരണ ആയതുകൊണ്ട് തന്നെ അതിൽ ഏകദേശം നമുക്ക് വലിയ പാനിക് സിറ്റുവേഷൻ ഒന്നും നിലവിലില്ല. നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് എങ്ങനെയായിരുന്നു? 25,693. ഇപ്പോൾ ഒരു ഇൻട്രാഡേ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് അപ്സൈഡ് പോയിരിക്കുന്നത്. അപ്പം ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാൻ ചോദിച്ചാൽ നമുക്ക് ടോട്ടലി ചാർട്ടിൽ വിസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ 25,800 എന്ന് പറയുന്ന സോൺ തന്നെയാണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ഏരിയയിലേക്കുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിന് മേ ബി ഒരു തുടക്കമാവാം. ഇത് കണ്ടോ, നിങ്ങളിതൊരു US ട്രേഡ് ഡീലിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇത്രയും വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു റേഞ്ചിലാണ് ആ ക്യാൻഡിലിൻ്റെ സെല്ലിംഗ് നടന്നിട്ടുള്ളത് അല്ലേ. എത്രയാണ്? 26,372 നിന്ന് ക്ലോസിംഗ് വന്നത് 25,767 എന്ന റേഞ്ചാണ്. 50 മിനിറ്റ്സിൻ്റെ ക്ലോസിംഗ് തന്നെ വന്നത്. സോ ആ ഒരു സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ താഴെയാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതാ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയില്ല എന്നുള്ള കാര്യമാണ്. സോ 26,384 എന്നുള്ള ആ പുതിയ സോണ്, ഈ ഒരു സോണിന് ശേഷം മാത്രമേ നിഫ്റ്റി ഓൾ ടൈം ഹൈ കഴിഞ്ഞ് പുതിയൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇൻട്രാഡേ ലെവലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 25,800 ഒരു റെസിസ്റ്റൻസ് ആണ്, സെല്ലിംഗ് പ്രഷർ നേരിടുന്ന സോണാണ്. അപ്പം ആ ഒരു ഏരിയ കടന്ന ശേഷം നമുക്കൊരു ബുള്ളിഷ് വ്യൂവിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ലൈവ് മാർക്കറ്റിൽ ലെവൽസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും തൽക്കാലം നല്ലത്. ഇപ്പം മൈനർ ലെവൽസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുകയാണ് എൻ്റെ വ്യൂ പോയിന്റിലുള്ള. അപ്പം ശേഷം മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായി ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ കൂടുതൽ ഇൻട്രാഡേ ലെവൽസ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ചർച്ച ചെയ്യാം. അതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലെ ചാർട്ടും കൂടെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, സെയിം വ്യൂ ആണ് ഞാൻ വരച്ചിട്ടേക്കുന്നത്. ജസ്റ്റ് കുറച്ച് ദിവസമായിട്ട് ഇനി എനിക്ക് വേണ്ടത് 60,386 ബാങ്ക് നിഫ്റ്റിയിലും ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുവരേക്ക് ഞാൻ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഇൻട്രാഡേ ലെവൽസ് മൈനർ ലെവൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടുകയാണ്. 58,819 ഒരു ഡിമാൻഡ് ഏരിയ ടാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. സോ എന്തായാലും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ ന്യൂസസ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്സിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടും നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇന്ന് റിസൾട്ട് വരാൻ പോകുന്ന കമ്പനികൾ സൈഡസ് ലൈഫ് സയൻസും, മൊറോവിദ് ഫാർമ, ഓൾ ടൈം പ്ലാസ്റ്റിക്സ്, ആംബർ, ബജാജ് ഇലക്ട്രിക്കൽസ് അങ്ങനെ പറഞ്ഞ കമ്പനികളുണ്ട്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ആംബറിൻ്റെയും പിന്നെ ഗ്ലാക്സോ സ്മിത്ത് ആൽക്കലൈൻ ഫാർമസ്യൂട്ടിക്കൽസ്, ഹാപ്പിയസ്റ്റ് മൈ ടെക്നോളജീസ്, നവീൻ ഫ്ലോറിൻ, PN ഗാർഗിൽ ജുവലേഴ്സ്, രാംകോ സിമൻസ്, സൺഫാർമ, അഡ്വാൻസ് റിസർച്ച് കമ്പനി, ട്രൈഡൻറ്റ്, വടിലാൽ ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളിലെ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചേക്കുക. ക്വാർട്ടർലി ഏർണിങ്സ് വന്നതിൻ്റെ ആണെങ്കിൽ SBIയുടെ ക്വാർട്ടർലി ഏർണിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് മോസ്റ്റ്ലി 16,891 കോടിയിൽ നിന്നും 21,028 കോടിയിലേക്ക് മാറി. അതായത് മോസ്റ്റ്ലി ഒരു 24% വർധനവ് സ്റ്റേറ്റ് ബാങ്കിൻ്റെ പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രോസ് NPA
ഓക്കെ. NPA ഫോൾ ചെയ്തിട്ടുണ്ട്. 1.73% ആയിരുന്നു, 1.57% ആയിട്ടുള്ളൂ. അപ്പം ടോട്ടലി ട്രിഗേഴ്സ് SBIക്കും പെർഫോം ചെയ്യാനുള്ള ട്രിഗേഴ്സ് മോസ്റ്റ്ലി റെഡിയാണ്. ടാറ്റ സ്റ്റീൽ നിങ്ങൾ നോക്കിയാൽ പ്രോഫിറ്റ് ജംപ് ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ചാർട്ട് നമ്മൾ വീക്കിലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടാറ്റ സ്റ്റീലിനെ പറ്റിയിട്ട്. അപ്പം കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക, പോയിട്ട് രണ്ടാമത്തെ വീഡിയോ. ആൻഡ് ശ്രീ സിമെന്റ് നോക്കാം, പ്രോഫിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 193 കോടിയിൽ നിന്ന് 226 കോടിയിലേക്ക് പ്രോഫിറ്റ് സൂം ചെയ്തിട്ടുണ്ട്. ആൻഡ് റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ബോഷിന്റെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റും റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഓസ്വാൾ പമ്പ്സ് നിങ്ങൾ നോക്കി 80 കോടിയിൽ നിന്ന് 91 കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ ഓൾസോ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. HBL എഞ്ചിനീയറിംഗിനാണ് വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് എന്ന് പറയുന്നത്. 64 കോടിയിൽ നിന്നും 3 മടങ്ങ് അധികമായിട്ട് 220 കോടിയിലേക്കാണ് പോയത്. ഓക്കെ, അപ്പോൾ റവന്യൂ ജമ്പും ഉണ്ടായിട്ടുണ്ട്. SMS ഫാർമസ്യൂട്ടിക്കലിന്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ശാരദ എനർജി മിനറൽസിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി സ്ലിപ്പ് ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ അതുൽ ഓട്ടോ പ്രോഫിറ്റ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്, റവന്യൂ സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. കിംസ് പ്രോഫിറ്റിന് സ്ലൈറ്റ്ലി ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. രാംരത്ന വയേഴ്സിനാണെങ്കിൽ 18 കോടിയിൽ നിന്ന് 31 കോടിയിലേക്കും അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. JK ടയറിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്ലി വീഡിയോയിൽ. ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 4 മടങ്ങ് ഉണ്ടായിട്ടുണ്ട്. 52 കോടിയിൽ നിന്ന് 207 കോടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റവന്യൂ ജമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേൾപൂൾ ഇന്ത്യക്കാണെങ്കിൽ 44 കോടിയിൽ നിന്ന് 26 കോടിയിലേക്ക് പ്രോഫിറ്റ് സിങ്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് റവന്യൂവിന് ചെറിയ റൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ വേറെ നമുക്ക് ചർച്ച ചെയ്യാവുന്നത് കല്യാൺ ജുവലേഴ്സിൻ്റെയാണ്. ഓക്കെ, കല്യാൺ ജുവലേഴ്സിൻ്റെയാണ് 218 കോടിയിൽ നിന്നും 416 കോടിയിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല നല്ല റിസൾട്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സ്റ്റോക്സിൻ്റെ ഒരുപാട് പോസിറ്റീവ് ട്രിഗേഴ്സ് മാർക്കറ്റിലുണ്ട്. അപ്പം ഈ കമ്പനികളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബെറ്റർ ഫോർ യു ബിവറേജ് കമ്പനിയുണ്ട്. ഓസ്ട്രേലിയയിലെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റാണ്, മീൻസ് കമ്പനിയാണ്. അപ്പോൾ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ ഭാഗമായിട്ട് കുറച്ച് ഷെയർസ്, കുറച്ച് കാര്യങ്ങൾ, അക്യൂമെന്റ് പ്രോസസ് ഇപ്പം റിലയൻസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്പനി അക്യൂർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ടോട്ടലി നല്ലൊരു ന്യൂസായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ PFCയും RECയും തമ്മിലുള്ള മെർജർ ന്യൂസുകൾസ് നിലവിലുണ്ട്. സോ എല്ലാവരും ആ സ്റ്റോക്സ് ഒന്ന് ഫോക്കസ് ചെയ്യുക. അപ്പം എല്ലാവരും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മെർജിങ് ന്യൂസിൻ്റെ കാര്യത്തിൽ, അതും ഒന്ന് ഫോക്കസ് ചെയ്യാം. പിന്നെ ടാറ്റ കെമിക്കൽസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് 515 കോടിയിലെ ഇൻവെസ്റ്റ്മെന്റ് തമിഴ്നാടിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഗ്രീൻഫീൽഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി തമിഴ്നാടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് ടാറ്റ കെമിക്കൽസിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഓറോബിന്ദോ ഫാമയ്ക്കാണെങ്കിൽ US FDA ഇൻസ്പെക്ഷൻ യൂണിറ്റ് 3 ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പം മോസ്റ്റ്ലി ഒരു 11 ഒബ്സർവേഷൻസ് അവർ പറഞ്ഞിട്ടുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട് കമ്പനി. പക്ഷേ അതൊരു പ്രൊസീജിയറലാണ് നേച്ചർ എന്നാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്, ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് നടന്നത്. പിന്നെ ഫോഴ്സ് മോട്ടോഴ്സ് 100% ഇക്വിറ്റി ഷെയർസ് ഇൻ വീര ടാനറീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ 175 കോടിയിൽ വക 100% ഇക്വിറ്റി ഷെയർ അക്വയർ ചെയ്യാനായിട്ടുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ പോസിറ്റീവ് ന്യൂസസ് ഇങ്ങനെ മാർക്കറ്റിൽ ലൈവ്ലി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും ഒന്ന് ഈ സ്റ്റോക്സ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഏതെങ്കിലും ചാർട്ട് ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ചാർട്ട്സിൽ എനിക്ക് പ്രധാനപ്പെട്ട തോന്നുന്നത് HBL എഞ്ചിനീയറിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും HBL എഞ്ചിനീയറിംഗിൽ നടക്കാൻ നോക്കാം. അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ HBL എഞ്ചിനീയറിംഗിന് നമുക്ക് ഡിമാൻഡ് ഏരിയയൊക്കെ ഒന്ന് വരച്ച് HBL എഞ്ചിനീയറിംഗിൽ നമ്മുടെ വ്യൂ ഒന്ന് പറയാം. HBL എഞ്ചിനീയറിംഗ് പ്രോപ്പർലി ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നുണ്ട്. സോ അപ്പം 700 റേഞ്ച് ഒക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ട് വർക്ക് ചെയ്യാം. എന്തായാലും ഞാനൊരു 880, 890 റേഞ്ചിലോട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ എല്ലാവരും HBL എഞ്ചിനീയറിംഗ് ജസ്റ്റ് ഫോക്കസ് ചെയ്ത് അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ വന്നിട്ട് മാർക്കറ്റ് അത്യാവശ്യം റീട്രേസ്മെൻറ്റിൽ നിന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ HBL എഞ്ചിനീയറിംഗ് നമുക്ക് ഇന്ന് നല്ലൊരു ഫോക്കസ് ചെയ്യാൻ പറ്റിയ കമ്പനി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അപ്പം വേറെ ഏതെങ്കിലും സ്റ്റോക്സ് ഞാൻ ലൈവ്ലി വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്ക് നേരുകയാണ്. സേഫായിട്ട് ട്രേഡ് ചെയ്യുക. അപ്പം കറക്റ്റ് റിസ്ക് റിവാർഡുകൾ കീപ്പ് ചെയ്ത് മാത്രം മുൻപോട്ട് പോവുക. ഓക്കെ, സോ താങ്ക് യു.